നായ്ക്കളിലെ വിഷാദരോഗങ്ങൾ. വളർത്തുനായ്ക്കളിൽ ആകാംക്ഷ മൂലമുള്ള രോഗലക്ഷണങ്ങൾ കൂടുതലായി കണ്ടുവരുന്നു. ഇത്തരം രോഗാവസ്ഥ നായ് വളർത്തുകാർക്ക് തന്നെ എളുപ്പത്തിൽ തിരിച്ചറിയാൻ സാധിക്കും. വളർത്തുനായ്ക്കളെ വീട്ടിൽ ഒറ്റയ്ക്ക് നിർത്തി യജമാനൻ പുറത്തു പോകുമ്പോഴും വലിയ ശബ്ദങ്ങൾ കേൾക്കുമ്പോഴും പുതിയ ചുറ്റുപാടുമായി ഇണങ്ങാതിരിക്കുമ്പോഴുമാണ് ഇത്തരം വിഷാദരോഗങ്ങൾ കാണപ്പെടുന്നത്. ഇവ യഥാക്രമം സെപ്പറേഷൻ ആങ്സൈറ്റി, നോയിസ് ആങ്സൈറ്റി, സോഷ്യൽ ആങ്സൈറ്റി എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു. ശരിയായ പരിശീലന മുറകളിലൂടെ നായ്ക്കളിലെ വിഷാദരോഗങ്ങൾ നിയന്ത്രിക്കാവുന്നതാണ്. നായ്ക്കളെ വീട്ടിൽ 1-2 ദിവസം തനിച്ചാക്കിയിട്ട് പോകുമ്പോൾ അവ നിരവധി രോഗലക്ഷണങ്ങൾ, അതായത് സെപ്പറേഷൻ ആങ്സൈറ്റി പ്രകടിപ്പിക്കും. ഭക്ഷണം കഴിക്കാൻ വിമുഖത, കിതപ്പ്, വായിൽ നിന്നും നുരയും പതയും ഒഴുകൽ, അകാരണമായ കുരയ്ക്കൽ, വീട്ടിനകത്ത് മലമൂത്ര വിസർജനം നടത്തുക, കരച്ചിൽ മുതലായവ രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിക്കാറുണ്ട്. ചിലപ്പോൾ വീട്ടിനകത്തെ ഫർണിച്ചറുകൾ, പുസ്തകങ്ങൾ, തുണി മുതലായവ കടിച്ച് നശിപ്പിക്കാറുമുണ്ട്. ശരിയായ പരിശീലന മുറകളിലൂടെ ഇത് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. നായയെ തനിച്ചാക്കിയിട്ട് നായ വളർത്തുക. പുറത്തു പോകുമ്പോൾ തുടക്കത്തിൽ 5 മിനിറ്റ് ഇടവിട്ട് തിരിച്ചു വരിക. ഇത് 2-3 തവണ ആവർത്തിക്കണം. തുടർന്ന് സമയം 10 മിനിറ്റ് ആക്കുക. അങ്ങനെ നിരന്തരമായ പരിശീലനത്തിലൂടെ സമയദൈർഘ്യം വർദ്ധിപ്പിച്ച് രോഗത്തെ നിയന്ത്രിക്കാം. നായ വളർത്തുകാർ തീർച്ചയായും തിരികെ വരുമെന്ന പ്രതീക്ഷ വളർത്തുനായ്ക്കളിൽ ജനിപ്പിക്കണം. വെടിക്കെട്ട്, ഇടിമിന്നൽ, വാഹനങ്ങളുടെ ശബ്ദം ഇവ നായ്ക്കളെ പേടിപ്പെടുത്താറുണ്ട്. ഇതുമൂലമാണ് നോയിസ് ആങ്സൈറ്റി ഉണ്ടാകുന്നത്. ചിലപ്പോൾ ശബ്ദം കേട്ട് നായ ഓടാറുണ്ട്. ഭക്ഷണം കഴിക്കാതിരിക്കൽ, അകാരണമായി മൂത്രമൊഴിക്കുക, അപസ്മാര രോഗ ലക്ഷണങ്ങൾ ഇവയൊക്കെ കാണിക്കാറുണ്ട്. രോഗം നിയന്ത്രിക്കാനായി ഇത്തരം ശബ്ദങ്ങൾ നമ്മൾ റെക്കോർഡ് ചെയ്ത് അവയെ നായ്ക്കളെ ഇടയ്ക്കിടയ്ക്ക് കേൾപ്പിക്കണം. ശബ്ദം കേട്ട് പേടിക്കുമ്പോൾ ദേഹം ചെറുതായി തലോടുക. പലതവണ ശബ്ദങ്ങൾ തുടർന്ന് കേൾപ്പിച്ചാൽ ഇവ നിയന്ത്രിക്കാവുന്നതേ ഉള്ളൂ. അകാരണമായി കൂടുതൽ ആൾക്കാരെ കാണുമ്പോഴോ അന്യരെയോ ജനക്കൂട്ടത്തെയോ കാണുമ്പോൾ നായ്ക്കൾ സോഷ്യൽ ആങ്സൈറ്റി മൂലമുള്ള രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിക്കാറുണ്ട്. വാഹനങ്ങൾ കാണുമ്പോഴും ഇത്തരം ലക്ഷണങ്ങൾ കാണിക്കുന്ന നായ്ക്കളുണ്ട്. നായ്ക്കളെ വ്യായാമം ചെയ്യിപ്പിക്കാനായി ഇടയ്ക്കിടെ നടത്തിപ്പിക്കണം. സ്ഥിരമായി നടക്കാൻ പോകുമ്പോൾ നായയെ കൂടി കൊണ്ടുപോയാൽ അവ പരിസരബോധം മറന്ന് പെരുമാറുകയില്ല. കെട്ടിയിട്ടിരിക്കുന്ന കൂട്ടിലിട്ട നായയെ അപരിചിതരെ ഇടയ്ക്കിടയ്ക്ക് കാണിച്ച് പരിചയിപ്പിച്ച് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി ഈ രോഗാവസ്ഥ നിയന്ത്രിക്കാവുന്നതാണ്. അകാരണമായ കുരയ്ക്കൽ, ആക്രമണവാസന, പേടി എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ. ഏത് ആവശ്യത്തിനു വേണ്ടിയാണോ നായയെ വളർത്തുന്നത് അതിന് യോജിച്ച പരിശീലന മുറകൾ അഭ്യസിപ്പിക്കണം. പരിശീലിപ്പിക്കാൻ ദിവസേന 1 മണിക്കൂർ സമയം കണ്ടെത്തണം.